നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന 10th പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നമുക്ക് നോക്കാം. പ്രിലിംസ് പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഹോർമോൺസിൽ നിന്നും. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ബയോളജി ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ ചാപ്റ്ററാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പ്രിലിംസിന് ചോദിക്കുന്ന ചില ഹോർമോണുകളുണ്ട്, പ്രത്യേകമായിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്ന ചില ഹോർമോണുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹോർമോൺസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഹോർമോണുകളാണ് അല്ലെങ്കിൽ ഗ്രന്ഥികളാണ്. ഒന്ന്, ഹൈപ്പോതലാമസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. ഹൈപ്പോതലാമസ് ഒന്നിത്. രണ്ടാമത്തത് ആഗ്നേയഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. ആഗ്നേയഗ്രന്ഥി. മൂന്നാമത്തത് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി. ഈ 3 ഗ്രന്ഥികളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം നോക്കാൻ പോകുന്നത്. അതായത് എക്സാമിന് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 3 ടോപ്പിക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ? അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ഹൈപ്പോതലാമസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഹൈപ്പോതലാമസ് നമ്മുടെ 10th ക്ലാസ് SCERT-ക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹൈപ്പോതലാമസ് നമ്മുടെ വേറെ എവിടെയെങ്കിലും ഈ ഹൈപ്പോതലാമസ് എന്ന് കേട്ടിട്ടുണ്ടോ? അന്തസ്രാവി വ്യവസ്ഥയിലല്ലാതെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലയോ? നമ്മുടെ നാഡീവ്യവസ്ഥ പഠിക്കുമ്പം തലച്ചോറ് പഠിക്കുമ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എന്ത്? ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്, അല്ലയോ? അപ്പം നാഡീവ്യവസ്ഥയുടെ ഭാഗമായി വരുന്നതിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഏക ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് ആണ്. മനസ്സിലായോ? നാഡീവ്യവസ്ഥയുടെ ഭാഗമായി വരുന്നതിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഏക ഭാഗമാണ് എന്ത്? ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്നൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കും. ഇതിനെങ്ങനെയാണ് വിളിക്കുന്നത്? ന്യൂറോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കും. ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസിന് അറിയപ്പെടുന്ന പേരാണ് ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് വാസോപ്രസിൻ. രണ്ടാമത്തത് ഓക്സിറ്റോക്സിൻ. മൂന്നാമത്തത് റിലീസിംഗ് ഹോർമോൺ. നാലാമത്തത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ 4 പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് ഏതൊക്കെ? വാസോപ്രസിൻ, ഓക്സിറ്റോക്സിൻ, റിലീസിംഗ് ഹോർമോൺ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഓക്കെ, നമ്മൾ ഈ 4 ഹോർമോണെ കുറിച്ച് ആദ്യം പഠിക്കാൻ പോകുന്നു. അതിൽ ആദ്യത്തേതാണ് വാസോപ്രസിൻ. ഓക്കെ, വാസോപ്രസിൻ ഓക്കെ, വാസോപ്രസിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃക്കയിൽ കൂടിയുള്ള ജലത്തിൻ്റെ പുനരാകിരണം. വൃക്കയിലൂടെ ഉള്ള ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഉത്തരമാണെന്ത്? വാസോപ്രസിൻ. അപ്പോൾ വൃക്കയിൽ കൂടിയുള്ള ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ പറയാം? മൂത്രത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഹോർമോണാണ് ഏത്? അടുത്ത ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ. രണ്ടാമത്തെ ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ. ഓക്സിറ്റോക്സിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിറ്റോക്സിൻ പൊതുവെ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണപ്പെടുന്ന ഒരു ഹോർമോൺ ആണെങ്കിലും കൂടുതൽ ആക്റ്റീവായിട്ട് കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. ഓക്സിറ്റോക്സിൻ കൂടുതൽ ആക്റ്റീവായിട്ട് കാണുന്ന ആരില്ല? സ്ത്രീകളിലാണ്. ഇതിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നു. മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നു.
മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നവരാണെന്ത് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രത്യേകിച്ചും സ്ത്രീകളിൽ പ്രസവശേഷം, അതായത് പ്രസവശേഷം ഡെലിവറിയിലേക്ക് പോകുമ്പം അവർക്കൊരു പെയിൻ ഉണ്ടാകാറുണ്ട്, ഇല്ലയോ? ആ പെയിൻ ഉണ്ടാകാൻ കാര്യം എന്തുവാ? നമ്മുടെ ഈ പറഞ്ഞ ഗർഭാശയ പേശികളുള്ള പേശിയാണ് മിനുസപേശി എന്ന് പറയുന്നത്. ഗർഭാശയ പേശി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? മിനുസപേശികളാണ്. അപ്പോൾ ഈ ഗർഭാശയ പേശികൾ അമിതമായിട്ട് സങ്കോചിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കുട്ടി പുറത്തേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ ആരാ പ്രവർത്തിക്കുന്നത്? ഓക്സിറ്റോക്സിൻ കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഗർഭാശയ പേശികൾ അമിതമായിട്ട് സങ്കോചിക്കുന്നത്. അതുവഴിയാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഓക്സിറ്റോക്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ബർത്ത് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു. എന്താ വിളിക്കുന്നത്? ബർത്ത് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ ആണോ? ഇനി നമുക്ക് ചില സമയങ്ങളിൽ പെയിൻ വരത്തില്ല. ഈ ഗർഭിണികൾക്ക് പ്രസവ ടൈം ആകുമ്പോഴത്തേനും, ഡെലിവറി ടൈം ആകുമ്പോഴും അവർക്ക് എന്ത് വരാറില്ല? പെയിൻ വരാറില്ല. ആ സമയത്ത് ഡോക്ടർമാരെന്ത് ചെയ്യും? കൃത്രിമമായിട്ടൊരു ഹോർമോൺ കുത്തിവെക്കും. ആ ഹോർമോണും ഇത് തന്നെയാണ് ഓക്സിറ്റോക്സിൻ. അപ്പോൾ ഡോക്ടർമാർ ഡെലിവറി സമയത്ത്, പ്രസവ സമയത്ത് പെയിൻ വരാതിരിക്കുമ്പം, വേദന വരാതിരിക്കുമ്പോൾ ഡോക്ടർമാർ കൃത്രിമമായി നൽകുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഓക്സിറ്റോക്സിനാണ്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഇനി ഓക്സിറ്റോക്സിൻ്റെ മറ്റൊരു ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസവശേഷം മുലപ്പാല് ചുരത്താൻ സഹായിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഓക്സിറ്റോക്സിനാണ്. മനസ്സിലായോ? അപ്പം ഓക്സിറ്റോക്സിൻ്റെ ജോലികൾ കിട്ടിയോ? അപ്പം എന്താണ് ജോലി? പ്രധാന ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളിൽ പ്രസവ സമയത്ത് അവരുടെ ഗർഭാശയ പേശികൾ ഓക്സിറ്റോക്സിൻ്റെ സാന്നിധ്യം കാരണം അമിതമായി സങ്കോചിക്കുന്നതിലൂടെയാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഓക്സിറ്റോക്സിനെ എങ്ങനെ വിളിക്കുന്നത്? ബർത്ത് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി പ്രസവശേഷം മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ അതും ഓക്സിറ്റോക്സിനാണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി നമ്മൾ അടുത്ത 2 ഹോർമോൺ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്? റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണും. എന്നാൽ ഞാൻ അടുത്തത് ഈ 2 ഹോർമോണിനെ പറ്റിയല്ല പറയുന്നത്. ഞാനിനി പീയൂഷ ഗ്രന്ഥിയെ പറ്റിയാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് വരാം. ഓക്കെ? അപ്പോൾ ഇതിന് ശേഷം ഞാൻ പറയാൻ പോകുന്നത് പീയൂഷ ഗ്രന്ഥിയെ പറ്റിയാണ്. ഓക്കെ? പീയൂഷ ഗ്രന്ഥിയുടെ പ്രത്യേകത എന്താ? നമ്മുടെ ശരീരത്തിനകത്തുള്ള മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെ എല്ലാം നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് ആര്? പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥി ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെ? പീയൂഷ ഗ്രന്ഥിയാണ്. ക്ലിയർ ആണോ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം പലപ്പോഴും PSC എക്സാമിന് പീയൂഷ ഗ്രന്ഥി ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് ഉത്തരം കൊടുക്കുക എന്നുള്ളതേ പറ്റത്തുള്ളൂ. ഓക്കെ? അപ്പോൾ ഈ 2 പോയിന്റുകൾ ഓർത്തോണം. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഇതിനെ എല്ലാ ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നതുകൊണ്ട് ഇവരെ വിളിക്കുന്നൊരു പേരാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കും. പീയൂഷ ഗ്രന്ഥിയെ വിളിക്കുന്നൊരു പേരാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കും. ഓക്കെ? എന്നാൽ ഈ പീയൂഷ ഗ്രന്ഥിക്ക് സ്വന്തമായിട്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ടോ? ഇവർ ഒരുപാട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH, GTH, സൊമാറ്റോട്രോപ്പിൻ, പ്രോലാക്റ്റിൻ, അങ്ങനെ കുറേ ഹോർമോൺസ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തമായി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവരാണോ ഈ പീയൂഷ ഗ്രന്ഥികൾ? എന്നാൽ അല്ല. പീയൂഷ ഗ്രന്ഥിക്ക് എന്ത് കഴിവില്ല? പീയൂഷ ഗ്രന്ഥി എല്ലാ ഗ്രന്ഥിയെയും നിയന്ത്രിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോഴും അവിടെ ഞാൻ പറയുന്നൊരു കാര്യമാണെന്ത്? പീയൂഷ ഗ്രന്ഥിക്ക് എന്തിന് കഴിവില്ല? സ്വന്തമായി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല. മനസ്സിലായോ? അപ്പം അതിന് അവരെ സഹായിക്കുന്ന ആൾക്കാരാണെന്ത്? ഹൈപ്പോതലാമസ്. അത് പീയൂഷ ഗ്രന്ഥിക്ക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ ആരുടെ സഹായമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് ആണ് സഹായിക്കുന്നത്. ഹൈപ്പോതലാമസ് എങ്ങനെ സഹായിക്കും? സഹായിക്കുന്നേ? ഇവിടെ പീയൂഷ ഗ്രന്ഥി ഇരിക്കുകയാണ്. ഈ പീയൂഷ ഗ്രന്ഥിക്ക് എന്ത് വേണം? ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണം. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഹൈപ്പോതലാമസ് ഉണ്ടല്ലോ, ഈ ഹൈപ്പോതലാമസ് ആരെ റിലീസ് ചെയ്യും? റിലീസിങ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. ക്ലിയർ ആണോ? അങ്ങനെ റിലീസിങ് ഹോർമോൺ പീയൂഷ ഗ്രന്ഥിയിൽ എത്തിയിട്ട് നമ്മുടെ പീയൂഷ ഗ്രന്ഥിക്ക് ഹോർമോൺ ഉൽപ്പാദനത്തിനുള്ള കമാൻഡ് കൊടുക്കും. അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ഓക്കെ? ഇനി ഒരു ഘട്ടം കഴിയുമ്പം ഈ ഉൽപ്പാദനം നിൽക്കണമല്ലോ. അന്നേരവും ആര് വിചാരിക്കണം? ഹൈപ്പോതലാമസ് വിചാരിക്കണം. അന്നേരം ഹൈപ്പോതലാമസ് ആരെ വിടും? ഇൻഹിബിറ്റിംഗ് ഹോർമോണിനെ വിടും.
അങ്ങനെ ആ ഉൽപ്പാദനത്തെ ഇൻഹിബിറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് പീയൂഷഗ്രന്ഥിയിൽ ഹോർമോൺ ഉൽപ്പാദനം നടക്കുന്നതും അതിനെ നിർത്തുന്നതും. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ പറഞ്ഞെന്താ, എല്ലാ ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ആളാണ് ആര്? പീയൂഷഗ്രന്ഥി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്, അല്ലയോ? എന്നാൽ പീയൂഷഗ്രന്ഥി എപ്പോൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണം, എപ്പം മറ്റുള്ളവരെ നിയന്ത്രിക്കണം, അതെല്ലാം തീരുമാനിക്കുന്നത് ആരാ? അതെല്ലാം തീരുമാനിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. മനസ്സിലായോ? അതുകൊണ്ട് പീയൂഷഗ്രന്ഥിയെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോതലാമസിനെ നമുക്ക് എന്ത് വിളിക്കേണ്ടി വരും? മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കേണ്ടി വരും. മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കും. മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഹൈപ്പോതലാമസുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയ കിട്ടിയോ? അപ്പോൾ അതിനകത്തുള്ള ഹോർമോണിൻ്റെ ജോലി മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ പീയൂഷഗ്രന്ഥിയാണ് പറഞ്ഞു തുടങ്ങിയത്. ഈ പീയൂഷഗ്രന്ഥിക്ക് 2 ഭാഗങ്ങളുണ്ട്. പീയൂഷഗ്രന്ഥിക്ക് എത്ര ഭാഗമുണ്ട്? 2 ഭാഗമുണ്ട്. ഓക്കെ. ഒരു ഭാഗമാണ് മുന്തളം എന്ന് പറയും, അടുത്ത ഭാഗമാണ് പിന്തളം. ഒരു മുന്തളവുമുണ്ട്, ഒരു പിന്തളവുമുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിനകത്ത് ഏത് ഭാഗത്താണ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്തളമാണ്. ക്ലിയർ? മുന്തളമാണ് എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. പിന്തളം എന്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നും കൂടെ പഠിച്ചോണം. ഹോർമോണൊന്നും പിന്തളം ഉൽപ്പാദിപ്പിക്കുന്നില്ല. പകരം പിന്തളം എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വാസോപ്രസിനെയും അതേപോലെ ഓക്സിടോക്സിനെയും ശേഖരിച്ചു വെക്കുന്ന എവിടെ? പീയൂഷഗ്രന്ഥിയുടെ പിന്തളത്തിലാണ്. ഓക്കെ. അപ്പോൾ പീയൂഷഗ്രന്ഥിയുടെ 2 ഭാഗങ്ങളാണ് മുന്തളവും പിന്തളവും. പീയൂഷഗ്രന്ഥിയുടെ മുന്തളത്തിലാണ് ഹോർമോൺ ഉൽപ്പാദനം നടക്കുന്നത്. പിന്തളത്തിൽ ഹോർമോൺ ഉൽപ്പാദനം നടക്കുന്നില്ല എന്നും പഠിക്കണം. അതേപോലെ അവിടെ എന്താ നടക്കുന്നത്? വാസോപ്രസിനെയും ഓക്സിടോക്സിനെയും ശേഖരിച്ചു വെക്കുന്നത് പിന്തളത്തിലാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഏതൊക്കെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് പഠിക്കണം. ഒന്നാമത്തത് TSH. എന്താ? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ. രണ്ടാമത്തതാണ് GTH. പിന്നെ ഒരെണ്ണമാണ് GTH, ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഓക്കെ. അടുത്തത് ACTH, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അടുത്തത് സൊമാറ്റോട്രോപിൻ. പിന്നെ വരുന്നത് പ്രോലാക്റ്റിൻ. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ഹോർമോണുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത് പീയൂഷഗ്രന്ഥിയുടെ. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മലയാളത്തിൽ പറഞ്ഞാൽ എന്താ? തൈറോയിഡിനെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് എന്ത്? TSH. തൈറോയിഡിനെ നിയന്ത്രിക്കുന്നില്ലയോ? അതാണ് പീയൂഷഗ്രന്ഥി. ഓക്കെ. ഇനി അടുത്ത GTH, ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഗൊണാഡുകളിലെ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നു. അതായത് സ്ത്രീകളിൽ അണ്ഡാശയങ്ങളിലും അതേപോലെ പുരുഷന്മാരിലെ വൃഷണത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് എന്ത്? GTH എന്ന് പറയുന്നത്, ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് ACTH. എന്താ? അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അതാണ് ACTH, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിലുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. ക്ലിയർ? പിന്നെ വരുന്നതാണ് സൊമാറ്റോട്രോപിൻ. വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് എന്ത്? സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്നത്. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് മുലപ്പാൽ ഉൽപാദനത്തിന്. ഓക്കെ. ഈ മുലപ്പാൽ ചുരത്താൻ, പ്രസവശേഷം മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നത് ഓക്സിടോക്സിൻ. എന്നാൽ അങ്ങനെ ഒരു മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് പ്രൊലാക്റ്റിൻ ആണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റിനകത്തെ ആ കണ്ടന്റ് ഒന്ന് വായിച്ചാലോ. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും മുഖ്യ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നു. മാസ്റ്റർ കൺട്രോൾ സിസ്റ്റം. പീയൂഷഗ്രന്ഥിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നും ഹൈപ്പോതലാമസിനെ മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നും വിളിക്കുന്നു. മിക്ക അന്തസ്രാവി ഗ്രന്ഥികളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. മനസ്സിലായോ? എന്നാൽ പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളത് പീയൂഷഗ്രന്ഥി എന്നുള്ള രീതിയിലാണ്. കാരണം ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, പീയൂഷഗ്രന്ഥിനെ നിയന്ത്രിക്കുന്നതാണ് ആര്? ഹൈപ്പോതലാമസ്. പീയൂഷഗ്രന്ഥി മറ്റ് ഗ്രന്ഥികളെല്ലാം നിയന്ത്രിക്കുന്നു.
ആ പീയൂഷ ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നതാണ് ഹൈപ്പോതലാമസ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, സമസ്ഥിതി പാലനത്തിനുള്ള ഹൈപ്പോതലാമസിൻ്റെ പങ്കിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഹൈപ്പോതലാമസിൻ്റെ താഴെയായി പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഹൈപ്പോതലാമസ് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഹോർമോൺ ഉൽപ്പാദന പ്രക്രിയയുടെ മുഖ്യ നിയന്ത്രകനാണ് ഹൈപ്പോതലാമസ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇതാണ്ട് ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. ഹൈപ്പോതലാമസിൻ്റെ വാസോപ്രസിൻ, ഓക്സിറ്റോക്സിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. വാസോപ്രസിൻ, ഓക്സിറ്റോക്സിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഈ വാസോപ്രസിനും ഓക്സിറ്റോക്സിൻ എന്നിവ നാഡീതന്തു വഴി പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ സംഭരിക്കപ്പെടുന്നു. നമ്മൾ പഠിച്ചതാണ്. ഇനി പിറ്റ്യൂട്ടറിയുടെ പിന്തളം നോക്കിയേ. അവിടെ വാസോപ്രസിനും ഓക്സിറ്റോക്സിൻ എന്നിവ ആവശ്യങ്ങൾക്കനുസരിച്ച് ആവശ്യഘട്ടങ്ങളിൽ സ്രവിപ്പിക്കുന്നത് ഇതിൻ്റെ പിന്തളമാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂറോ സെക്രട്ടറി കോശങ്ങൾ കാണാം. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിങ് ഹോർമോണുകളും ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളും പിറ്റ്യൂട്ടറിയുടെ മുന്തളത്തിലേക്കാണ് പിന്നീട് പോകുന്നത്. റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണും എങ്ങോട്ട് പോകും? ഇതിൻ്റെ മുന്തളത്തിലേക്ക് പോകും. ഈ റിലീസിങ് ഹോർമോണുകൾ പോർട്ടൽ സിര വഴി മുന്തളത്തിലെത്തി ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇൻഹിബിറ്ററി ഹോർമോണുകൾ അവയുടെ ഉൽപ്പാദനം തടസ്സപ്പെടുത്തുന്നു. ഓക്കെ, ഇനി പിറ്റ്യൂട്ടറിയുടെ മുന്തളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ നോക്കാം. TSH തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നു. ACTH അഡ്രിനൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുന്നു. GTH അണ്ഡാശയം, വൃഷണം എന്നിവയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നു. പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഇവിടെ തന്നെ വാസോപ്രസിൻ്റെ ധർമ്മം കൊടുത്തിട്ടുണ്ട്. വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. ഓക്സിറ്റോക്സിൻ എന്തിനു സഹായിക്കുന്നു? മിനുസപേശികളുടെ സങ്കോചം, അതേപോലെ പാല് ചുരത്തൽ എന്നീ ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്സിറ്റോക്സിൻ ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഇമേജാണ്, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഇമേജാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വരും നമുക്ക് എക്സാമിന്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഏകദേശം ബേസിക് ഐഡിയാസ് ഒക്കെ കിട്ടിയല്ലോ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഹോർമോണുകളിൽ ഏറ്റവും, അതായത് പീയൂഷ ഗ്രന്ഥിയിലെ കുറേ ഹോർമോൺ പറഞ്ഞല്ലോ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് സൊമാറ്റോട്രോപ്പിൻ. എന്തിന് സഹായിക്കുന്നയാ? വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതിനെ ഗ്രോത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു ഹോർമോണാണ് എന്ത്? സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഏറ്റക്കുറച്ചിൽ മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, സൊമാറ്റോട്രോപ്പിൻ പ്രധാനമായിട്ടും ഓർക്കേണ്ട ചില വാക്കുകളുണ്ട്. സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് വളർച്ചാ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ, വളർച്ചാ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുട്ടികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആ അവസ്ഥയാണ് ഭീമാകാരത്വം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ജൈജാൻറ്റിസം എന്ന് പറയും. ഓക്കെ, ഇനി വളർച്ചാ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഇതിൻ്റെ ഉൽപാദനം കുറയുന്നതാണെന്ത്? വാമനത്വം. അത് ഡ്വാർഫിസം എന്ന് പറയും. ഓക്കെ, ഇനി വളർച്ചാ കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ മുതിർന്നവരിൽ വളർച്ചാ കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ മുതിർന്നവരിൽ ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതാണ് അക്രോമെഗാലി.
അക്രോമെഗാലി. ഓക്കെ, ഇതിൻ്റെ അളവ് കൂടുന്നതാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിനകത്ത് കൊടുത്തേക്കുന്ന നോക്കിയേ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതലം ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ വളർച്ചയെ നിയന്ത്രിക്കുന്നു. മിക്ക ശരീരകോശങ്ങളിലും ക്രമഭംഗം ത്വരിതപ്പെടുത്തുകയും കോശവലിപ്പം വർദ്ധിപ്പിക്കുകയും ശരീര വളർച്ചയ്ക്ക് ഇടയാക്കുന്ന ഹോർമോണാണിത്. ഇതിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വളർച്ചാ വൈകല്യങ്ങൾക്ക് കാരണമാകുന്നു. ഏതൊക്കെ നോക്കാം. താണ്ടെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത്, വളർച്ചാ കാലഘട്ടത്തിൽ കണ്ടോ, വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. മനസ്സിലായോ? അതായത് ശരീര വളർച്ച മുരടിക്കുന്നു. ആ അവസ്ഥയാണ് വാമനത്വം. ഇനി വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നു, അതായത് അമിതമായി വളരുന്നു. അതാണ് ഭീമാകാരത്വം. മനസ്സിലായോ? ഇനി വളർച്ച പൂർത്തിയായ ശേഷം അല്ലെങ്കിൽ വളർച്ചാ കാലഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ഭീമാകാരത്വത്തിൻ്റെ ഇമേജ്, ഇതാണ് വാമനത്വത്തിൻ്റെ ഇമേജ്, ഇതാണ് അക്രോമെഗാലി. നമ്മുടെ മുഖത്തിൻ്റെ താടിയൊക്കെ നല്ല നീണ്ടു വരുന്ന, കൈവിരലുകളൊക്കെ നീണ്ടു വരുന്ന ഒരു അവസ്ഥയാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. ഓക്കെ ആണോ ഇത്രയും? ഓക്കെ, അപ്പോൾ നമ്മൾ പീയൂഷഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഹോർമോണും മറ്റുമാണ് നോക്കിയത്. നമുക്ക് ഹൈപ്പോതലാമസ് പഠിച്ചപ്പം അവിടെ വാസോപ്രസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ വാസോപ്രസിൻ്റെ അളവിലും ഇതേപോലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ സൊമാറ്റോട്രോപ്പിൻ്റെ പറഞ്ഞതുപോലെ വാസോപ്രസിൻ്റെ അളവും ചില ഘട്ടങ്ങളിലൊക്കെ കുറയും, ചില ഘട്ടങ്ങളിലൊക്കെ കൂടും. ആ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് വാസോപ്രസിനിലേക്ക് തന്നെ വരാം. വാസോപ്രസിൻ ക്ലിയർ. വാസോപ്രസിൻ്റെ ജോലി നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ? വൃക്കയിൽ കൂടിയുള്ള ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ആളാണ് ഒരു വാസോപ്രസിൻ എന്ന് പറയുന്നത്. എങ്ങനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഓരോ സമയത്ത് ഓരോ സാഹചര്യത്തിലും ഇതിൻ്റെ അളവിൽ എങ്ങനെ വ്യത്യാസപ്പെടുത്തുന്നു, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ധർമ്മങ്ങൾ നമ്മൾ പഠിച്ചു. വൃക്കയിൽ കൂടിയുള്ള ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു, അതേപോലെ തന്നെ മൂത്രത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ കൂടിയാണ് എന്ത്? ഈ വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നിയന്ത്രിക്കുന്നു, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചൂടുകാലമായി കഴിഞ്ഞാൽ വാസോപ്രസിൻ്റെ അളവ് എന്ത് ചെയ്യും? വാസോപ്രസിൻ്റെ അളവ് അമിതമായിട്ട് കൂടും. ചൂടുകാലത്ത് എന്ത് പറ്റും? വാസോപ്രസിൻ്റെ അളവ് കൂടുന്നു. സ്വാഭാവികമായിട്ടും പുനരാകിരണം എന്ത് ചെയ്യും? ജലത്തിൻ്റെ പുനരാകിരണവും എന്ത് ചെയ്യും? പുനരാകിരണവും കൂടും. അതായത് ജലം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ പുറന്തള്ളുന്ന മൂത്രത്തിലുള്ള ജലത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അതായത് പുറന്തള്ളുന്ന മൂത്രത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു. ഇതാണ് ചൂടുകാലത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി തണുപ്പ് കാലമാകുമ്പോഴോ? തണുപ്പ് കാലമാകുമ്പോൾ എന്ത് പറ്റും? തണുപ്പ് കാലമാകുമ്പം വാസോപ്രസിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. കുറയുമ്പോഴത്തേക്കിനും പുനരാകിരണം എന്ത് ചെയ്യും? പുനരാകിരണവും കുറയും. അപ്പോഴത്തേക്കിനും മൂത്രത്തിലൂടെ അമിതമായിട്ട് ജലം എന്ത് ചെയ്യും? പുറന്തള്ളാൻ തുടങ്ങും. അതായത് മൂത്രത്തിൻ്റെ അളവ് കൂടുന്നു. ഇതാണ് നമ്മുടെ ചൂടുകാലത്തും തണുപ്പ് കാലത്തും മൂത്രത്തിൻ്റെ അളവിലുണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. നമ്മുടെ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. 2025 പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, 2025, 2024 പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് വാസോപ്രസിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് SCERT കൊടുത്തേക്കുന്നതും കൂടെ നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു, തണുപ്പ് കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുനരാകിരണം കുറയുന്നു. അതുമൂലം മൂത്രത്തിലൂടെ അമിതജലം പുറന്തള്ളുന്നു. അങ്ങനെ വാസോപ്രസിൻ്റെ അളവ് കുറയുന്നത് മൂലം വാസോപ്രസിൻ്റെ അളവ് അമിതമായിട്ട് കുറയുന്നത് മൂലം എന്ത് പറ്റും? മൂത്രത്തിലൂടെ അമിതജലം പുറന്തള്ളുന്നു. ശരിയാണല്ലോ? ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡിസ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഡ്യൂറസിസ് എന്നും പറയാം. ഡ്യൂറസിസ്. അപ്പം മൂത്രത്തിലൂടെ അമിത ജലം പുറന്തള്ളുന്ന അവസ്ഥയാണ് എന്ത്? ഡയബറ്റീസ് ഇൻസിപ്പിഡീസ് അല്ലെങ്കിൽ ഡ്യൂറസിസ് എന്ന് പറയുന്നത്.
മനസ്സിലായോ? അപ്പോൾ ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ കൊടുക്കുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ. അതുകൊണ്ട് തന്നെ വാസോപ്രസിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ADH എന്ന് പറയും. എന്താ ADH? ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ. ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ, അതാണ് ADH എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് ആ ടെക്സ്റ്റിനകത്ത് എഴുത്തേക്കൊന്ന് നോക്കാം. ജലസന്തുലനം. പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ സംഭരിക്കുന്ന വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോണിൻ്റെ പ്രവർത്തനത്താലാണ് ജലസന്തുലനം നടക്കുന്നത്. ഇത് എപ്രകാരമാണ് നടക്കുന്നതെന്ന് നോക്കാം. ശരീരത്തിലെ ജലസന്തുലിത അവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത് ADH ആണ്, ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോണാണ്. വേനൽക്കാലത്ത് അമിതമായി വിയർപ്പും ചൂടും നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു. ഇത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. വാസോപ്രസിൻ വൃക്കയിൽ നിന്നുമുള്ള ജലത്തിൻ്റെ പുനരാഗീരണം വർദ്ധിപ്പിക്കുന്നു. തൽഫലമായി മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും ജലനഷ്ടം തടയുകയും ചെയ്യുന്നു. ഇത് വേനൽക്കാലത്തെ കഥ. ഇനി ശൈത്യകാലം, തണുപ്പുകാലം ആകുമ്പോൾ എന്ത് പറ്റും? വിയർപ്പിലൂടെയുള്ള ജലനഷ്ടം കുറവായതിനാൽ വാസോപ്രസിൻ്റെ സ്രവണം കുറയുകയും വൃക്കയിൽ നിന്നുമുള്ള ജലത്തിൻ്റെ പുനരാഗീരണം കുറയുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇതാണ് തണുപ്പ് കാലത്ത് സംഭവിക്കുന്നത്. ഇത് നമ്മുടെ പഴയ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ വായിച്ച കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നമ്മൾ 2 ഗ്രന്ഥികളെ കുറിച്ചാണ് പറഞ്ഞത്. ഹൈപ്പോതലാമസും പഠിച്ചു, ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡും പഠിച്ചു. ഹൈപ്പോതലാമസും പീയൂഷ ഗ്രന്ഥിയുമാണ് പഠിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. ഓക്കെ, ഇവിടെ ഞാൻ ആ ഗ്രന്ഥിയുടെ ഒരു പ്രത്യേകത കൂടി പറയാം. നമുക്കറിയാം ഗ്രന്ഥികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് സ്രവങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ആ ഗ്രന്ഥികൾ 2 തരത്തിലുണ്ട്. ഒന്ന്, ഒരു ഗ്രന്ഥി അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളെ കൊണ്ടുപോകാൻ സ്വന്തമായി കുഴലുകളുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ബഹിർസ്രാവി ഗ്രന്ഥി എന്ന് വിളിക്കുന്നത്. അത്തരം ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് എൻസൈമുകൾ എന്ന് പറയുന്നത്. അത്തരം ഗ്രന്ഥികളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കുന്നത്, ദഹനരസങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ചില ഗ്രന്ഥികളാകട്ടെ അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളെ കൊണ്ടുപോകാൻ അതിന് സ്വന്തമായിട്ട് എന്തില്ല? കുഴലുകൾ കാണത്തില്ല, പകരം രക്തമായിരിക്കും കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അത്തരം ഗ്രന്ഥികളെയാണ് അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നത്. അന്തസ്രാവി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി ഇവിടെ ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്നേയ ഗ്രന്ഥിയുടെ ഒരു ഭാഗം എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കും, മറുഭാഗം ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. മനസ്സിലായോ? അതായത് ഒരു ഭാഗം എൻസൈമിനെ ഉൽപ്പാദിപ്പിച്ച് ദഹനത്തിന് വേണ്ടി സഹായിക്കുന്നയാളാണ് ആര്? ആഗ്നേയ ഗ്രന്ഥി. മറു സൈഡ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്ന ആളാണ് ആഗ്നേയ ഗ്രന്ഥി. അങ്ങനെ ഒരു ബഹിർസ്രാവി ഗ്രന്ഥിയായിട്ടും അന്തസ്രാവി ഗ്രന്ഥിയായിട്ടും പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സർ ഉള്ളത് കൊണ്ട് നമ്മൾ ഇവരെ എങ്ങനെ വിളിക്കും? സമ്മിശ്ര ഗ്രന്ഥി എന്ന് വിളിക്കും. അത് രണ്ടിൻ്റെയും മിക്സർ ആയതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സമ്മിശ്ര ഗ്രന്ഥി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ആഗ്നേയ ഗ്രന്ഥി അതിൻ്റെ ധർമ്മം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ ആഗ്നേയ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കലയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയും. എന്താ? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പോൾ ആഗ്നേയഗ്രന്ഥിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കലകളാണെന്ത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരത്തിലുള്ള കോശങ്ങളുണ്ട്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കോശങ്ങളുണ്ട്. അതാണ് ഒന്ന് ആൽഫ കോശം എന്ന് പറയും, രണ്ടാമത്തത് ബീറ്റാ കോശം എന്ന് പറയും. ഓക്കെ, ഇതിനകത്തെ ആൽഫ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഓക്കെ, ഇതിനകത്ത് ബീറ്റാ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഓക്കെ ആണല്ലോ? ഇനി ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിനെ ഉയർത്തി സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണെങ്കിൽ അതെന്ത് ചെയ്യും? ഗ്ലൂക്കഗോൺ ചെന്ന് ആ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കും. ഓക്കെ, ഇനി ഇൻസുലിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായി കൂടി നിൽക്കുകയാണെങ്കിൽ അതിനെ കുറച്ച് സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നതാണ് ഇൻസുലിൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ് ആഗ്നേയഗ്രന്ഥിയിൽ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ആഗ്നേയഗ്രന്ഥി പ്രവർത്തിക്കുന്നു എന്നുള്ള മനസ്സിലായല്ലോ? അതാണ് നമ്മുടെ ഇനി അടുത്ത പഠിക്കാനുള്ളത്.
അപ്പോൾ അത് ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണം എങ്ങനെയാണെന്നുള്ളതാണ്. ആരോഗ്യമുള്ള വ്യക്തികളിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവെന്ന് പറയുന്നത് 70 മുതൽ 100 മില്ലിഗ്രാം പെർ 100 ml ആണ്. DL എന്ന് പറഞ്ഞാൽ 100 ml എന്ന് നമുക്ക് പകരം പറയാം. 70 മുതൽ 100 മില്ലിഗ്രാം പെർ 100 ml ആണെന്ത് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ്, സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവെന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് ഗ്ലൂക്കോസ് നില 140 മില്ലിഗ്രാം പെർ DL താഴെ ആയിരിക്കണം. 3 മാസത്തെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ A1C പരിശോധന വഴി അളക്കുമ്പോൾ 5.7% താഴെയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ സാധാരണ നിലയായി കണക്കാക്കാം. മനസ്സിലായോ? അപ്പം നമ്മുടെ നോർമൽ ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് ഇപ്പോൾ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ആഗ്നേയഗ്രന്ഥിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കലയാണെന്ത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് വിളിക്കുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനകത്തുള്ള 2 കോശങ്ങളാണ്, ഒരു ആൽഫ കോശവും ഒരു ബീറ്റ കോശവും. ക്ലിയർ ആണല്ലോ? ഈ ആൽഫ കോശമാണ് ആരെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഗ്ലൂക്കഗോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ബീറ്റ കോശമാണ് ആരെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണെന്ത്? പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിന്റെ സ്ഥാനവും ദഹന പ്രക്രിയയിൽ അത് നിർവഹിക്കുന്ന ധർമ്മവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹോർമോൺ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിൽ 2 തരം കോശങ്ങളുണ്ട്, ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുമ്പം ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ എപ്രകാരമാണ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് നോക്കാമല്ലോ. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ 2 എൻസൈമും ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്നത്? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു പാൻക്രിയാസ് എന്ന് പറഞ്ഞ ആഗ്നേയഗ്രന്ഥിയുണ്ട്. ആഗ്നേയഗ്രന്ഥിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കലയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനകത്തുള്ള 2 പ്രധാന കോശങ്ങളാണ്, ഒരു ആൽഫ കോശവും ഒരു ബീറ്റ കോശവും. ഓക്കെ, ഇനി ഇവരെന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആൽഫ കോശം ആരെ ഉൽപ്പാദിപ്പിക്കുന്നു? ഗ്ലൂക്കഗോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബീറ്റ കോശം ആരെ ഉൽപ്പാദിപ്പിക്കുന്നു? ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്രയും ഒക്കെയാണ്, ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഓരോ കണ്ടീഷൻ നോക്കുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ, എൻ്റെ ശരീരത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിരിക്കുകയെന്ന് വിചാരിച്ചു. എൻ്റെ ശരീരത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നു. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അന്നേരം എന്താണ് എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നത്? ഉടനെ എൻ്റെ ആൽഫ കോശങ്ങൾ ആക്ടിവേറ്റ് ആവും. എൻ്റെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോഴത്തേനും ആൽഫ കോശം ആക്ടിവേറ്റ് ആവും. ആൽഫ കോശം ആരെ ഉൽപ്പാദിപ്പിക്കും? ഗ്ലൂക്കഗോണെ ഉൽപ്പാദിപ്പിക്കും. ഈ ഗ്ലൂക്കഗോൺ നേരെ എങ്ങോട്ട് പോവും? കരളിലോട്ട് പോവും. മനസ്സിലായോ? ഗ്ലൂക്കഗോൺ എങ്ങോട്ട് പോവും? കരളിലോട്ട് പോവും. ഈ കരളിൽ വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലൈക്കജനെ ഗ്ലൈക്കജനിൽ നിന്നും എന്തുൽപ്പാദിപ്പിക്കും? ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കും. സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലൈക്കജനിൽ നിന്നും ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് ഈ ഗ്ലൂക്കോസ് തിരിച്ചെങ്ങോട്ട് ഇട്ട് കൊടുക്കും? രക്തത്തിലിട്ട് കൊടുക്കും. അങ്ങനെ രക്തത്തിൽ എൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് പതുക്കെ എങ്ങനെ ചെയ്ത് കൂടി നോർമൽ ലെവലിലേക്ക് വന്നു. മനസ്സിലായോ? അതായത് എൻ്റെ ഗ്ലൂക്കോസ് അളവ് കുറഞ്ഞു, അപ്പം ആൽഫ കോശം ആക്ടിവേറ്റ് ആവുന്നു,
ഗ്ലൂക്കോഗോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്ലൂക്കോഗോൺ നേരെ എങ്ങോട്ട് പോകും? കരളിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോശത്തിലോട്ടോ പോകും. അവിടെയുള്ള ഗ്ലൈക്കജനിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ആ ഗ്ലൂക്കോസിനെ രക്തത്തിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ പതുക്കെ രക്തത്തിൽ എൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നോർമൽ ലെവലിലേക്ക് വരും. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ കണ്ടീഷനും എൻ്റെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു തന്നെ ഇരിക്കുമെന്ന് വിചാരിച്ചു. രണ്ടാമതും എൻ്റെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നത്? ആൽഫ കോശം ആക്ടിവേറ്റ് ആവും, ഗ്ലൂക്കോഗോണിനെ ഉൽപ്പാദിപ്പിക്കും. ഗ്ലൂക്കോഗോൺ നേരെ എങ്ങോട്ട് പോകും? കരളിലോട്ട് പോകും. ഇവിടെ പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. നേരത്തെ അവിടെ ഗ്ലൈക്കജനിൽ നിന്നും എന്താക്കി? ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ടാക്കി, അത് ശരിയാ. രണ്ടാമത് കുറഞ്ഞപ്പോഴത്തേക്കിനും രണ്ടാമത് എൻ്റെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞപ്പോഴത്തേക്കിനും ഗ്ലൂക്കോഗോൺ വന്ന് കരളിലേക്ക് നോക്കിയപ്പം അവിടെ ആരില്ല? ഈ പറഞ്ഞ ഗ്ലൈക്കജൻ അവിടെ ഇല്ല. മനസ്സിലായോ? രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താ പറഞ്ഞേ? കരളിലേക്ക് ഗ്ലൂക്കോഗോൺ വന്നപ്പോൾ അവിടെ ആരില്ല? ഗ്ലൈക്കജൻ ഇല്ല. ഗ്ലൈക്കജൻ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ പറ്റൂ, എന്നാലല്ലേ രക്തത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഗ്ലൈക്കജൻ ഇല്ല. അന്നേരം ഈ ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് ആരെ തപ്പിപ്പോകുന്നറിയാവോ? അമിനോ ആസിഡിനെ തപ്പിപ്പോവും. ക്ലിയർ ആണല്ലോ? ഈ അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോഗോൺ എന്ത് എക്സ്ട്രാക്ട് ചെയ്യും? ഗ്ലൂക്കോസ് നിർമ്മിച്ചെടുക്കും. എന്നിട്ട് ഈ ഗ്ലൂക്കോസ് എങ്ങോട്ട് ഇട്ട് കൊടുക്കും? രക്തത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനെ കണക്ട് ചെയ്ത് ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻ പൂർണ്ണമായിട്ട് കിട്ടും. എന്താണെന്നറിയാവോ? നമ്മൾ പോഷണങ്ങൾ പഠിക്കുമ്പം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത പഠിക്കുമായിരുന്നല്ലോ. അതിൽ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ജോലി എന്താണ് നമ്മൾ പഠിച്ചത്? എന്തിനാണ് കാർബോഹൈഡ്രേറ്റ് സഹായിക്കുന്നത്? ഊർജ്ജം ഉൽപ്പാദനത്തിന് സഹായിക്കുന്നയാളാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ സഹായിക്കുന്നത്? ശരീര നിർമ്മിതിക്ക് വേണ്ടിയിട്ട്, അല്ലയോ? ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ആ പ്രോട്ടീൻ്റെ ആ പാരഗ്രാഫ് വായിക്കുമ്പം അതിൻ്റെ ധർമ്മം പഠിച്ചിട്ട് നമ്മൾ അടുത്ത സെൻറ്റൻസിലേക്ക് വായിക്കുമ്പോൾ അവിടെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ അന്നജത്തിൻ്റെ അഭാവത്തിൽ പ്രോട്ടീൻ എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു? ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾക്കൊക്കെ കിട്ടിയോ? ഇപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദാണ്ട ഇവിടെ ഗ്ലൂക്കോഗോൺ കരളിൽ വന്ന് ഗ്ലൈക്കജനെയാണ് നോക്കിയത്, കാർബോഹൈഡ്രേറ്റിനെയാണ് നോക്കിയത്. പക്ഷെ അവിടെ കാർബോഹൈഡ്രേറ്റ് ഇല്ല. അപ്പോൾ പിന്നെ അവർ ആരെ തപ്പിപ്പോയി? അമിനോ ആസിഡിനെ തപ്പിപ്പോയി. അമിനോ ആസിഡ് എങ്ങനെ വന്നതാ? പ്രോട്ടീൻ ദഹിച്ചുണ്ടായ സാധനമാണ് അമിനോ ആസിഡ്, അല്ലയോ? അപ്പോൾ അതിൽ നിന്ന് എന്തുൽപ്പാദിപ്പിച്ച്? ഊർജം ഉൽപ്പാദിപ്പിച്ച്. മനസ്സിലായോ? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അമിനോ ആസിഡിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? അമിനോ ആസിഡിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ കിട്ടിയോ? ഇനി മൂന്നാമത്തെ കേസ് ഞാൻ പറയുക. മൂന്നാമത്തെ കേസിൽ എൻ്റെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ആക്റ്റീവ് ആവും? ബീറ്റാ കോശം ആക്ടിവേറ്റ് ആവും. ബീറ്റാ കോശങ്ങൾ ആക്ടിവേറ്റ് ആവും. ബീറ്റാ കോശം ആരെ ഉൽപ്പാദിപ്പിക്കും? ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കും. ഈ ഇൻസുലിൻ നേരെ എങ്ങോട്ട് പോവും? രക്തത്തിലോട്ട് പോവും. ആ രക്തത്തിൽ കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസിനെയും പൊക്കിയെടുത്തുകൊണ്ട് എങ്ങോട്ട് പോവും? കരളിലോട്ട് പോവും, അല്ലയോ? കരളിൽ വെച്ച് ഈ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? ഗ്ലൈക്കജനാക്കി മാറ്റും. കരളിൽ വെച്ച് ഈ ഗ്ലൂക്കോസിനെ അവരെന്താക്കി മാറ്റും? ഗ്ലൈക്കജനാക്കി സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ പതുക്കെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞ് നോർമൽ ലെവലിലേക്ക് വന്നില്ലേ? ഇതാണ് ഗ്ലൂക്കോഗോണിൻ്റെയും ഇൻസുലിൻ്റെയും പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ കഥ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ കഥ മനസ്സിലാക്കിയ വേറെ ഒന്നും പഠിക്കേണ്ട, കാണാതെ ഒന്നും പഠിക്കാൻ നിൽക്കേണ്ട. എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് ഈ കഥ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളൊരു മുട്ടായി കഴിക്കുമ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മുട്ടായി കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി. അപ്പോൾ ഈ കഥയൊന്ന് പറഞ്ഞു നോക്ക്, സാധനം കിട്ടുക. മനസ്സിലായോ? ഇനി നിങ്ങൾ ഡയറ്റ് എടുക്കുന്നത്, ഷുഗർ കട്ട് ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൽ എന്ത് കുറയുക? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുക. അപ്പോഴും അത് ആര് മെയിൻറ്റെയിൻ ചെയ്യണം? അപ്പോഴും നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കഥ പോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സംഗതി കിട്ടി. ഓക്കെ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആണോ? അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു പടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് 70-40 മില്ലിഗ്രാം പെർ 100 ml. ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആൽഫാ കോശം ഗ്ലൂക്കോണിനെ ഉൽപ്പാദിപ്പിക്കും. അത് നേരെ കരളിലോട്ട് പോവും. അവിടുന്ന് ഗ്ലൂക്കോസ് ഗ്ലൈക്കജനെ എന്താക്കും? ഗ്ലൂക്കോസ് തിരിച്ച് രക്തത്തിലിട്ട് കൊടുക്കും. ഇനി ഇവിടെ ഇതില്ലെങ്കിലോ ആരുടെ അടുത്ത് പോവും? അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസിനെ വേർതിരിച്ചെടുക്കും. ക്ലിയർ ആണോ? അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസിനെ വേർതിരിച്ചെടുത്ത് രക്തത്തിലേക്ക് ഇട്ട് കൊടുക്കും.
ഇനി ഇത് കൂടിക്കഴിഞ്ഞാലോ, അളവ് കൂടിക്കഴിഞ്ഞാലോ നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ആക്ടിവേറ്റ് ആവും, ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കും. ഇൻസുലിൻ എന്ത് ചെയ്യും? ഈ രക്തത്തിലെ ഗ്ലൂക്കോസിനെ എടുത്ത് കരളിലോട്ട് കൊണ്ടുപോകും. ആ കരളിൽ നിന്ന് അതിനെ ഗ്ലൂക്കോഗോണാക്കി മാറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെ എൻ്റെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പതുക്കെ നോർമൽ ലെവലിലേക്ക് വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരാശരിയിൽ നിന്നും ഉയരുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇതിൻ്റെ ഏറ്റക്കുറച്ചിൽ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. പ്രമേഹം നമ്മൾ പറഞ്ഞ് എൻ്റെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുൽപ്പാദിപ്പിക്കും? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ അവിടെ എനിക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹം എന്ന് പറയുന്നത്. അവിടെ എനിക്കുണ്ടാകുന്ന പ്രശ്നമാണ് പ്രമേഹം. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? എന്താണ് പ്രമേഹം? അതിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയൊക്കെ പറയും? ഒന്നാമത്തെ ഡെഫിനിഷൻ, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുന്ന അവസ്ഥ. രണ്ടാമത്തെ ഡെഫിനിഷൻ, ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ. മൂന്നാമത് ഇങ്ങനെയും ഞാൻ പറയും, മൂത്രത്തിലൂടെ അമിതമായി ഗ്ലൂക്കോസ് പുറന്തള്ളുന്ന അവസ്ഥ. മൂത്രത്തിലൂടെ അമിതമായി ഗ്ലൂക്കോസ് പുറന്തള്ളുന്ന അവസ്ഥ. ഈ 3 ഡെഫിനേഷൻ ചോദിച്ചാലും ആരെ പറയാം? പ്രമേഹം പറയാം. മനസ്സിലായോ? പ്രമേഹം പറയാം. പ്രമേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഡയബറ്റീസ് ഇൻസിപ്പിഡീസ്. അതെന്തുമായിരുന്നു? മൂത്രത്തിലൂടെ അമിതമായി ജലം പുറന്തള്ളുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡീസ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഡയബറ്റീസ് മെലിറ്റസ് എന്താ? മൂത്രത്തിലൂടെ അമിതമായി ഗ്ലൂക്കോസ് പുറന്തള്ളുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ പ്രമേഹം എന്ന് പറയുന്നത് നമുക്കറിയാം 2 ടൈപ്പാണുള്ളത്. ഒരു ടൈപ്പ് 1 പ്രമേഹമുണ്ട്, രണ്ടാമത്തത് ടൈപ്പ് 2 പ്രമേഹമുണ്ട്. എന്താണ് ടൈപ്പ് 1 പ്രമേഹം? ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് ഒരു സ്വയം പ്രതിരോധ വൈകല്യമാണ്. എന്താണ് ഒരു സ്വയം പ്രതിരോധ വൈകല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ സംവിധാനം നമ്മുടെ തന്നെ കോശങ്ങളെ ആക്രമിക്കുന്നതാണെന്ത്? സ്വയം പ്രതിരോധ വൈകല്യം. ക്ലിയർ ആണല്ലോ? നമ്മുടെ ശരീരത്തിൽ സ്വന്തം കോശം ഏതാണ്, അന്യകോശം ഏതാണെന്ന് തിരിച്ചറിയുന്ന ആളാണ് ആര്? ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ടി ലിംഫോസൈറ്റിന് ഈ സ്വയം പ്രതിരോധ വൈകല്യം കാരണം അതിനെ തിരിച്ചറിയാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. അങ്ങനെ ശേഷി നഷ്ടപ്പെടുമ്പോഴത്തേനും ടി ലിംഫോസൈറ്റ് ആരെ ആക്രമിക്കും? ബീറ്റാ കോശങ്ങളെ ആക്രമിക്കും. ബീറ്റാ കോശങ്ങളെ ആക്രമിച്ചാൽ ഇൻസുലിൻ ഉൽപ്പാദനം നടക്കുമോ? ഇല്ല. അങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എങ്ങനെ തന്നെ ഇരിക്കും? കൂടി തന്നെ നിൽക്കും. ഇതാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് കുട്ടികളിലാണ്. ഇവർക്കുള്ള ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതാണ് മിഠായി പദ്ധതി. ഓക്കെ, ഇനി എന്താണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറഞ്ഞാൽ? ഇതൊരു ജീവിതശൈലി രോഗമാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ജീവിതശൈലി രോഗം അത് നമുക്കറിയാം, നമ്മുടെ ഭക്ഷണശീലം മൂലവും വ്യായാമമില്ലായ്മ കൊണ്ടും ഒക്കെ ഉണ്ടാവുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒരുപാട് ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ച് നല്ല രീതിയിൽ കൊഴുപ്പ് എൻ്റെ ശരീരത്തിലുണ്ട്. മനസ്സിലായോ? ഈ കൊഴുപ്പെല്ലാം എങ്ങോട്ടേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്? എൻ്റെ കോശങ്ങളിലേക്കാണ്, അല്ലെ കരളിലേക്കൊക്കെ ഈ കൊഴുപ്പിനെ സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കൊഴുപ്പൊക്കെ അടിഞ്ഞിരിക്കുകയാണ് ഞാൻ. ഇതേ സമയത്ത് തന്നെ എൻ്റെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടിയെന്നും വിചാരിച്ചു. എൻ്റെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായിട്ട് കൂടിയെന്നും വിചാരിച്ചു. എന്താ സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് അമിതമായി കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, ബീറ്റാ കോശം ആക്ടിവേറ്റ് ആവും. അത് ആരെ ഉൽപ്പാദിപ്പിക്കും? ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കും. ആ ഇൻസുലിൻ എങ്ങോട്ട് പോവും? നമ്മുടെ രക്തത്തിൽ പോവും. ആ രക്തത്തിൽ അമിതമായി കിടക്കുന്ന ഗ്ലൂക്കോസിനെ എടുത്തുകൊണ്ട് എങ്ങോട്ട് വരണം? അതായത് ബീറ്റാ കോശം ആക്ടിവേറ്റ് ആവും, ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കും. ഈ ഇൻസുലിൻ നേരെ രക്തത്തിലോട്ട് പോവും. അവിടെ അധികമായിട്ടിരിക്കുന്ന ഗ്ലൂക്കോസിനെയും എടുത്തുകൊണ്ട് എങ്ങോട്ട് വരും? ഗ്ലൂക്കോസിനെയും എടുത്തുകൊണ്ട് കരളിലോട്ട് പോവും. ഓക്കെ, ഇനി കരളിൻ്റെ പുറത്ത് വന്ന് കഥകൊക്കെ മുട്ടുക. അപ്പോൾ കരളിങ്ങനെ കഥക് തുറന്നു കൊടുത്ത് ഇൻസുലിൻ കയറാൻ വേണ്ടി കഥ തുറന്നു കൊടുക്കുക.
പക്ഷേ ഇൻസുലിൻ അകത്തേക്ക് നോക്കിയപ്പം ആ കരളിനകത്ത് മൊത്തവും എന്തടിഞ്ഞിരിക്കുക, കൊഴുപ്പടിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഇൻസുലിൻ ആ കോശം തുറന്നു നോക്കിയപ്പം അതിനകത്ത് മൊത്തവും കൊഴുപ്പടിഞ്ഞിരിക്കുക. കൊഴുപ്പടങ്ങിയ കോശങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, അവർ ഇൻസുലിനെ പ്രതിരോധിക്കും. മനസ്സിലായോ? ഇതിങ്ങനെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. കൊഴുപ്പടങ്ങിയ കോശങ്ങൾ ഇൻസുലിൻ പ്രതിരോധമായി മാറും. ഇതെന്തായിട്ട് മാറും? ഇൻസുലിൻ പ്രതിരോധമായി മാറും. ഇൻസുലിൻ പ്രതിരോധമാകും. ഇൻസുലിൻ പ്രതിരോധമാകും. മനസ്സിലായോ? അപ്പോൾ ഇൻസുലിൻ അകത്ത് കയറിയില്ലെങ്കിൽ ഗ്ലൂക്കോസിനകത്ത് കയറ്റാൻ പറ്റുമോ? ഇല്ല. പുറത്തുനിന്ന് എറിഞ്ഞു കൊടുത്താലൊന്നും ഗ്ലൂക്കോസ് കയറത്തില്ല, അല്ലയോ? അപ്പം ഇൻസുലിൻ കയറിയില്ലെങ്കിൽ ഗ്ലൂക്കോസും കയറത്തില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഇപ്പോഴും എവിടെ തന്നെ? രക്തത്തിൽ തന്നെ. അത് അളവ് കൂടി തന്നെ നിൽക്കുകയാണ്, അല്ലയോ? ഇതാണ് ടൈപ്പ് 2 പ്രമേഹം. നമ്മുടെ പൊണ്ണത്തടിയും ജീൻ തകരാറും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ടൈപ്പ് 1, എന്താണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് മനസ്സിലായല്ലോ. അതാണ് നമുക്ക് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അമിതദാഹം, വിശപ്പ്, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ശരീരഭാരം കുറയൽ, ക്ഷീണം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. പ്രമേഹവുമായി ബന്ധപ്പെട്ട് പത്രവാർത്തകളും ആരോഗ്യ ലേഖനങ്ങളും ഉണ്ട്. പ്രമേഹ രോഗികളുടെ എണ്ണം ലോകവ്യാപകമായി വർദ്ധിച്ചു വരുന്നുണ്ട്. അവഗണിച്ചാൽ ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്കാരോഗങ്ങൾ, കാഴ്ച പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഉണ്ടാകും. പ്രമേഹം 2 തരത്തിൽ കാണപ്പെടുന്നു. ഇൻസുലിൻ ഉൽപാദനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ഭക്ഷണ നിയന്ത്രണമില്ലായ്മ, ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയൽ തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് മൂലം ഇൻസുലിൻ ഉൽപാദന ശേഷി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളും അതനുസരിച്ച കാര്യങ്ങളൊക്കെ അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ, ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ആഗ്നേയ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ നമ്മൾ ഹൈപ്പോതലാമസ് കഴിഞ്ഞു, പീയൂഷ ഗ്രന്ഥി കഴിഞ്ഞു, ആഗ്നേയ ഗ്രന്ഥി കഴിഞ്ഞു. ഇനി ഒരെണ്ണം നോക്കാനുള്ളത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. തൈറോക്സിൻ. ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ധാതുവാണെന്ത്? അയഡിൻ എന്ന് പറയുന്നത്. അയഡിൻ. ഈ അയഡിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഗോയിറ്റർ. അയഡിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണെന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രത്യേകത, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് എന്ത്? തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അയഡിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. എന്താണ് ഗോയിറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കമാണെന്ത്? ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കമാണ് ഗോയിറ്റർ. ഓക്കെ. ഇനി തൈറോക്സിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധർമ്മങ്ങളാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. എന്താ ധർമ്മം? എന്തിനു വേണ്ടിയിട്ടാണ് തൈറോക്സിൻ പ്രവർത്തിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റാബോളിസം, അത് ക്രമീകരിക്കുന്നത് ആരാണ്? തൈറോക്സിനാണ്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഒരു ഹോർമോണാണ് ഇത് തൈറോക്സിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒന്നാമത്തതാണ് ഉപാപചയ പ്രവർത്തനം. രണ്ടാമത്തെ ധർമ്മമാണ് ബുദ്ധിവികാസത്തിനും സഹായിക്കുന്നു. അപ്പം ബുദ്ധിവികാസത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ തൈറോക്സിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ, തൈറോക്സിൻ്റെ അളവ് ഗർഭിണികളിൽ നവജാത ശിശുക്കളിൽ കുറഞ്ഞാൽ അന്നേരം ഈ കുഞ്ഞുങ്ങളൊക്കെ എന്താ പറ്റുന്നത്? അതായത് ഗർഭിണികളിൽ തൈറോക്സിൻ്റെ അളവ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആരെയായിരിക്കും ബാധിക്കുന്നത്? കുട്ടികളെയാണ് ബാധിക്കുന്നത്, അല്ലയോ? ജനിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ആ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചിലപ്പം ബധിരനും മൂകനുമായി മാറും, അല്ലെങ്കിൽ അവരുടെ വളർച്ച മുരടിക്കും, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കും. മനസ്സിലായോ? അപ്പോൾ ഗർഭിണികളിലോ നവജാത ശിശുക്കളിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടി ബധിരനും മൂകനുമാവാൻ സാധ്യതയുണ്ട്, കുട്ടിക്ക് വളർച്ചാ മുരടിക്കാൻ സാധ്യതയുണ്ട്, കുട്ടിക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കാനും സാധ്യതയുണ്ട്. മനസ്സിലായോ? ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ക്രെട്ടനിസം എന്ന് പറയുന്നത്. ക്രെട്ടനിസം. ക്ലിയർ ആണോ? ക്രെട്ടനിസം. ഇനി മുതിർന്നവരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ, മുതിർന്നവരിൽ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് മിക്സഡിമ.
മുതിർന്നവരിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് മിക്സഡിമ എന്ന് പറയുന്നത്. ഓക്കെ, മുതിർന്നവരിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് മിക്സഡിമ എന്ന് പറയുന്നത്. അതായത് ശരീരം പെട്ടെന്ന് കയറി വണ്ണം വയ്ക്കുന്ന ഒരു അവസ്ഥയാണ് മിക്സഡിമ. ഓക്കെ, ഇനി തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ, തൈറോക്സിൻ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന കാര്യമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഈ എക്സോഫ്താൽമിക് ഗോയിറ്ററിൻ്റെ വിശേഷണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത്, ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. ക്ലിയർ ആണോ? ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്ന ആരാ? എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. ക്ലിയർ? ഇനി നമ്മൾ പറഞ്ഞു തൈറോക്സിൻ്റെ ഉൽപ്പാദനം ഗർഭിണികളിൽ കുറഞ്ഞാൽ, മുതിർന്നവരിൽ കുറഞ്ഞാൽ, ഇതിനെ പൊതുവായിട്ട് നമ്മൾ വേറൊരു പേരിലും പറയും. തൈറോക്സിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ്, കുറവിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? ഹൈപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ ചേർത്ത് എങ്ങനെ പറയാം? ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയാം. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പം തൈറോക്സിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ ഇങ്ങനെയും വേണേൽ ചോദിക്കാം, ഹൈപ്പോ തൈറോയിഡിസം മൂലമുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെ? മനസ്സിലായോ? അതാണ് ഏതൊക്കെ? ക്രെട്ടനിസവും മിക്സഡിമയും. ഹൈപ്പോ തൈറോയിഡിസം മൂലമുണ്ടാകുന്ന പ്രശ്നമാണെന്ത്? ക്രെട്ടനിസവും മിക്സഡിമയും. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ തന്നെ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിച്ചൂടായോ? ഹൈപ്പർ തൈറോയിഡിസം. മനസ്സിലായോ? ഹൈപ്പർ തൈറോയിഡിസം മൂലമുണ്ടാകുന്ന കാര്യമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. നമുക്ക് സ്ലൈഡ് ഒന്ന് നോക്കാം. ഓക്കെ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെ ഇരുവശങ്ങളിലായി കാണപ്പെടുന്നു. ഇതിൻ്റെ ആകൃതി ചോദിച്ചിട്ടുണ്ട്. ചിത്രശലഭത്തിൻ്റെ ആകൃതി അല്ലെങ്കിൽ എച്ച് ആകൃതിയിൽ കാണപ്പെടുന്നത് കണ്ടോ? ചിത്രശലഭത്തിൻ്റെ ആകൃതി അല്ലെങ്കിൽ എച്ച് ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ഇത്? തൈറോയ്ഡ് ഗ്ലാൻഡ്. ശ്വാസനാളത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ്. ആഡംസ് ആപ്പിൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ? ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത് അത് എന്താ? ഈ തൈറോയ്ഡ് ഗ്ലാൻഡാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധാതുവാണ് അയഡിൻ. അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് ഗോയിറ്റർ. ഓക്കെ, ഇനി ഹോർമോണും കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്ത് അതിൻ്റെ ധർമ്മങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ തൈറോക്സിൻ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? മെറ്റാബോളിസത്തെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്നതായ തൈറോക്സിനാണ്. അതേപോലെ നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്ക വികാസത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നത് ആര് തന്നെ? ഈ പറഞ്ഞ തൈറോക്സിനാണ്. അപ്പോൾ ഇതൊക്കെ തൈറോക്സിൻ്റെ ജോലികളാണ്. ഇതേപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് കാൽസിട്ടോണിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? കാൽസിട്ടോണിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. അതായത് കൂടി നിൽക്കുകയാണെങ്കിൽ കുറച്ച് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് ആര്? കാൽസിട്ടോണിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താ? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് മെറ്റാബോളിസത്തിൻ്റെ നിരക്ക് കൂടുന്നു. അതായത് നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തന നിരക്ക് കൂടുമ്പോഴത്തേക്കിനും നമ്മുടെ ഭാരം കുറയും. അതേപോലെ ഹൃദയമിടിപ്പ് കൂടും, വിയർക്കാൻ തുടങ്ങും, അമിതമായി വിയർപ്പുണ്ടാകുന്നു, ഉത്കണ്ഠ ഉണ്ടാകുന്നു. അങ്ങനെ കണ്ണൊക്കെ തള്ളി പുറത്തേക്ക് വരുന്നു. ആ കണ്ണ് തള്ളി പുറത്തേക്ക് വരുന്ന അവസ്ഥയാണെന്ത്? എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ മൂലം കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയുണ്ടാകാം. അതാണ് ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, ഇനി തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് എന്ത്? ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താ? മെറ്റാബോളിസം കുറയുന്നു, ശരീരഭാരം കൂടുന്നു, അതേപോലെ തന്നെ ക്ഷീണമുണ്ടാകുന്നു, തണുപ്പ് സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ. ഇതൊക്കെ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കാര്യങ്ങളാണ്. ക്ലിയർ? ഗോയിറ്റർ എന്താ? തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നിരവധി തകരാറുകൾ അയഡിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. കൊഴുത്തിലുണ്ടാകുന്ന വീക്കമാണെന്ത്?
ഗോയിറ്റർ. ഇനി ഹൈപ്പോതൈറോയിഡിസം മൂലം ഉണ്ടാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് ക്രെട്ടിനിസം, മുതിർന്നവരിൽ ഉണ്ടാകുന്നതാണ് മിക്സഡിമ. ഇത് ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് എൻ്റെ ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എക്സാമിന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ബയോളജി എന്ന ടോപ്പിക്കിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 ആൾക്കാരെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. പ്രധാനമായിട്ടും ഹൈപ്പോതലാമസും, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥി, അതേപോലെ തൈറോയ്ഡ് ഗ്രന്ഥി. മനസ്സിലായോ? പ്രിലിംസ് പരീക്ഷകൾക്ക് ഉൾപ്പെടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് തന്നെ കൺസെപ്റ്റ് വെച്ച് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.